ശ്രീ റെജി ലൂക്കോസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ അവിടുത്തെ തന്നെ വകുപ്പ് മേധാവിയിൽ നിന്ന് പൊതുസമൂഹം കേട്ടതാണ്. എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളതും കണ്ടു. സിസ്റ്റത്തിന്റെ തകർച്ച അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറ്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന ആരോഗ്യമന്ത്രിക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? അങ്ങനെ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് അതിന് ഉതകുന്ന നടപടികൾ എന്തുകൊണ്ട് നേരത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? ഇപ്പോഴാണോ ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് ആരോഗ്യമന്ത്രി മനസ്സിലാക്കുന്നത്? സിസ്റ്റം മുഴുവൻ തകരാറിലാണെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞില്ല. സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് അവർ സമ്മതിച്ചു. അത് ഏറ്റു പറയാനുള്ള ഒരു ആർജവം കാണിച്ചൊരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ആ റിപ്പോർട്ട് യഥാവിധം അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ കഴിഞ്ഞ ഒരു വർഷം 2850 ശസ്ത്രക്രിയകളാണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 5 മാസം കൊണ്ട് തന്നെ 1850 ശസ്ത്രക്രിയകൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ സർജൻ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ആർജവാലെ അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് നിസ്വാർത്ഥനായ, കൈക്കൂലി വാങ്ങിക്കാത്ത, രോഗികളോടൊപ്പം അവരുടെ സന്തോഷങ്ങളിൽ ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരുന്ന നല്ല ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആത്മാർത്ഥമായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും സത്യസന്ധമായിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇത് കേന്ദ്ര സർക്കാർ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ്. അത് തന്നെയല്ല, കേരളത്തിനേക്കാൾ 6-7 ഇരട്ടിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇങ്ങനെ ഒരു സൗജന്യ ചികിത്സ ഇത്രയും ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ 7000 കോടി രൂപയാണ് ഈ സൗജന്യ ചികിത്സയ്ക്കും മരുന്നിനുമായി ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ മാനുഷികമായിട്ടുള്ള തകരാറോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് കേരളത്തിലെ സ്വകാര്യ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് രോഗികളെ കിട്ടാതെ ഇരിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കൊള്ളയടി ആശുപത്രികളെ സഹായിക്കാനായിട്ടാണ് നിങ്ങളെ പോലുള്ള ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ റെജി ലൂക്കോസ് ഇത്തരം ഒരു പരാമർശം ആ പോസ്റ്റിൽ ഉണ്ടായത്? അത് ആരാണ്? അവിടുത്തെ യൂറോളജി വിഭാഗം തലവനല്ലേ? അദ്ദേഹം എത്ര വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം ഇരന്നും ദുരിതം പറഞ്ഞും അപേക്ഷിച്ചിട്ടുമൊക്കെ ഒരു ഫലവുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് താനിത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ വലിയ കാര്യക്ഷമമായി നടക്കുന്ന മെഡിക്കൽ കോളേജ് ആണെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ ഒരു വകുപ്പ് മേധാവിക്ക് ഇത്തരത്തിലുള്ള പരാമർശം നടത്തേണ്ടി വരുന്നു? വളരെ ചെറിയ ഒരു പിഴവ് മാത്രമാണെങ്കിൽ അത് മാത്രം ചൂണ്ടിക്കാട്ടിയാൽ മതിയല്ലോ. എത്ര വർഷമായാണ് അവിടെ സർജറികൾ മുടങ്ങിക്കിടക്കുന്നത്? എത്ര രോഗികളെയാണ് തിരിച്ചയക്കേണ്ടി വരുന്നത്? എത്ര രോഗികളോട് പറഞ്ഞ് പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങി അവരുടെ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നത്? അതെന്തുകൊണ്ടാണ് ആ പരാമർശം വന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ അജണ്ട. നിങ്ങൾ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനെ ഇകഴ്ത്തി കാണിച്ച് പാവപ്പെട്ട രോഗികളുടെ വസ്തു വരെ വിറ്റാലും കടം തീർക്കാത്ത രീതിയിലുള്ള കൊള്ളയടി സ്ഥാപനങ്ങളിലേക്ക് ഈ രോഗികളെ പറിച്ചു തള്ളാനുള്ള നിങ്ങളുടെ ശ്രമമാണ് ഇപ്പൊ പറഞ്ഞ 2 വാക്കുകൾ. വർഷങ്ങളാണ് അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ പച്ച നുണ നിങ്ങൾ വിളമ്പാവും. എവിടെയാണ്? ഞാനൊരു കണക്ക് പറഞ്ഞല്ലേ, എത്ര 2858 ഈ പറയുന്ന പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ശസ്ത്രക്രിയ നടത്തി. കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ 1550 സർജറി നടത്തി. ഈ അടുത്ത ദിവസങ്ങളിലാണ് അതിന് വിഷമം ഉണ്ടായത്. സത്യമാണ്. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ മറന്നുപോയി. ഇതേ പർട്ടിക്കുലർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പള് ഇത് മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോലും ഇവരറിഞ്ഞില്ല, എന്റെ അടുത്ത് പോലും ഇങ്ങനൊരു പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ആരോ കളിക്കുന്നുണ്ട്. ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ല വരാൻ പോണേ. മെഡിക്കൽ കോളേജുകളെയും സർക്കാർ ആശുപത്രികളെയും ഇതുപോലെ അപമാനിച്ച് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ അത് ചോദ്യം ചെയ്യാനായിട്ട് മാറുന്നുള്ള ഒരു അജണ്ടയാണ് ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടിയിട്ട് നാണം കെട്ട് ഈ നമ്മുടെ ആരോഗ്യ മേഖലയെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രി ഞാൻ പങ്കെടുത്ത ചർച്ചയാണ്. ഒരു കോവിഡ് കാലത്ത് ഒരു കഞ്ഞിക്ക് 3600 രൂപ മേടിച്ചപ്പോൾ നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാർത്തകൾ ചമയ്ക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയാണോ? 4-5 വോട്ട് അല്ലെങ്കിൽ കുറെ ആളുകളെ മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം ഗുരുതരമായ പ്രവൃത്തിയാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി വന്നാൽ തങ്ങൾ അതിനെ ശക്തമായി അതിനെ തിരിച്ചടിക്കും, പ്രതികരണം നടത്തുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹം മുഴുവൻ, ഡോക്ടർമാരുടെ ഒരു സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോ ചിലർ കളിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ഡോക്ടർമാര് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിനെ പുകഴ്ത്തുപോയത് അദ്ദേഹത്തിന്റെ ആർജവത്തിന്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും. മറ്റു പോംവഴിയില്ലാത്തത് കൊണ്ടല്ലേ ശ്രീ റെജി ലൂക്കോസ്? കാരണം ഇന്നലെ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഏകദേശ ധാരണ വന്നു. ഇന്ന് വലിയ പിന്തുണ വന്നപ്പോൾ അദ്ദേഹം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഡോക്ടറാണ്, ഹാർഡ് വർക്കിംഗ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ പുകഴ്ത്തലുകൾ എന്തുമാത്രം മനസ്സിൽ തൊട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയ്ക്ക് വിഡ്ഢികളൊന്നും അല്ലല്ലോ ഈ പൊതുസമൂഹം. മേഡം, ഇനിയും ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ ചർച്ചയിൽ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കും. നിങ്ങളുടെ അജണ്ട ഇതിലും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കേരളത്തിലെ പൊതുജനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം, പ്രത്യേകിച്ച് ജനം ടിവിക്ക്. അതാ പറഞ്ഞത്, നിങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ? നിങ്ങൾ ട്രാൻസ്പോർട്ടിനെ കുറ്റപ്പെടുത്തു, നിങ്ങൾ വൈദ്യുതിയെ കുറ്റപ്പെടുത്തു. പക്ഷെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സ ലോകത്തിന് മാതൃക. നിങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം വേറെന്നാ. അത് തന്നെ പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവര് ഇവിടുത്തെ കൊള്ളസംഘമായ മനുഷ്യനെ ഊറ്റി അവന്റെ ആയുസ്സും അവന്റെ സമ്പാദ്യവും തട്ടിയെടുക്കുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ പറിച്ചു നടാനുള്ള അജണ്ടയാണ് നിങ്ങളിപ്പോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് 3 മെഡിക്കൽ കോളേജുകളെ കുറിച്ച് ഇന്ന് വാർത്ത വന്നു. സ്ഥിരമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് 10,000 ഡെയിലി എന്ന് അവരുടെ രോഗത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പച്ച നോണ ഒരു മാധ്യമം പുറത്തുവിട്ടു. ഞാൻ അതിനടുത്ത് താമസിക്കുന്ന ആളാ. കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, അവിടെ ഡോക്ടേഴ്സ് ഇല്ലെന്നാ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ നിങ്ങൾ വന്നു നോക്കേ, നിങ്ങൾക്ക് ലോകത്തിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. അതിനെതിരെ പോലും ഇന്ന് പച്ചക്കള്ളങ്ങൾ വാർത്തയാക്കിയിട്ട് ജനം ടി വി അല്ലാതെ ഞാൻ പറയാം. അത് കണ്ടിട്ട് ഞാനിപ്പോ ചർച്ചയ്ക്ക് വരുന്നത്. ഇത്തരം അജണ്ടകൾ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം നാണം കണ്ട ലജ്ജാകരമായ സാമൂഹ്യ വിരുദ്ധത നിങ്ങൾ പുറത്തുവിടുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ചെയ്യുന്നത് മറ്റെന്തിനോ വേണ്ടിയിട്ട്, പക്ഷെ കേരളത്തിലെ ജനങ്ങളെയും ഇവിടുത്തെ പൊതു ആരോഗ്യ സിസ്റ്റത്തെയും ആണ് നിങ്ങൾ തകർക്കുന്നത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധികാരത്തിലേറിയതിനു ശേഷം അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ഹോബി നിങ്ങൾ കുറെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കുറെ രോഗികളുടെ അടുത്ത് പോയി ആ മൈക്കുന്നിട്ട് സെലക്റ്റീവായിട്ട് ചോദിക്കരുത്. അവരെന്താ പറയണമെന്ന് അറിയാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഇന്ന് ജനങ്ങളാൽ തിങ്ങി നിറയുക. എന്താ കാരണം? അവർക്ക് നല്ല ചികിത്സ കിട്ടുന്നു, നല്ല ഡോക്ടേഴ്സ് അവിടെ അവരോട് സഹോദരങ്ങളെ പോലെ പെരുമാറുന്നു. എന്നാൽ ഇതിന് ചുറ്റുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സാധ്യതയായിട്ട് 10,000 കോടി രൂപ മുടക്കി കേരളത്തിൽ മുളപൊന്തിയിരിക്കുന്ന സ്വകാര്യ ആശുപത്രി ലോബിക്ക് ഇന്ന് രോഗികളെ കിട്ടത്തില്ല. ആ തട്ടിപ്പിനെ കൂട്ടുനിൽക്കാൻ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഒരു കാര്യം പറയാൻ നിങ്ങൾ അനുവദിക്കണം. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ് ഉണ്ട്. വൃക്ക മാറ്റിവെക്കലിന് 40 ലക്ഷം രൂപ, ഹൃദയ ശസ്ത്രയ്ക്ക് 50 ലക്ഷം രൂപ നാട്ടുകാർ സഹായിക്കണം എന്ന് പറഞ്ഞ് പിരിവ് നടത്തുന്നുണ്ട്. അത് നാട്ടുകാർ കൊടുക്കും. ഈ പിരിവ് നടത്തുന്നവരെ ഞാൻ കുറ്റപ്പെടുന്നില്ല. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവം നിങ്ങൾക്കറിയോ? 2 ലക്ഷം രൂപയുള്ള ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് ഡോക്ടർ ജയകുമാർ എന്ന് പറയുന്ന എന്റെ നാട്ടിലുള്ള ഡോക്ടർ, അദ്ദേഹത്തിന് ലോകാരോഗ്യ സംഘടന ഒരു അവാർഡ് കൊടുത്തു. 2 ലക്ഷം രൂപയ്ക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജ് ഇതുപോലെ ഒരു വൃക്ക മാറ്റുന്നതിന് 60 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോഴാണ് ഈ സ്വകാര്യ ഏജൻസികൾ മനസാക്ഷിയുള്ള കരുണയുള്ള നാട്ടുകാരെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് കോടികൾ പിരിച്ചെടുക്കുന്നത്. നിങ്ങൾ അതിന് വാർത്ത കൊടുത്തിട്ടുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവം ഏറ്റുവാങ്ങാനില്ലാതെ ആംബുലൻസ് ഡ്രൈവർ കാത്തുനിന്ന കാര്യവും താങ്കൾ ഓർത്തിരിക്കുമല്ലോ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ഇവിടെ അല്ല, താങ്കൾ നേട്ടങ്ങൾ മാത്രം എണ്ണി പറയുമ്പോൾ ഉണ്ടാകുന്ന കോട്ടങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണ്ടേ? അസഹിഷ്ണുപ്പെടുന്നേ, നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുപ്പെടുന്നത്? ഇത് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ടല്ല സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇതുപോലത്തെ നേട്ടങ്ങൾ നേടിയിരിക്കുന്നത്. ഈ സംസ്ഥാന പിറവിന് ശേഷം ഇച്ഛാശക്തിയോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിനകത്താണ് ഒരു രോഗി പീഡിപ്പിക്കപ്പെട്ടത്. എന്തിന്? കോവിഡ് ബാധിതയായ ഒരു യുവതി ആംബുലൻസിനകത്ത് പീഡിപ്പിക്കപ്പെട്ടു. ആരോഗ്യ കേരളം അതും കൂടി എടുത്തു പറയണ്ടേ ഈ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾക്ക് തകരാറില്ലാത്ത ഏതെങ്കിലും സിസ്റ്റം ഭൂമിയിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ BJP സർക്കാർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 1% പോലും തെറ്റില്ലാത്തൊരു സിസ്റ്റത്തെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? 680 ശിശുക്കളെ കൊന്നില്ലേ UP-യിൽ 2 ദിവസം കൊണ്ട് 2 മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജിൽ? നിങ്ങൾ വാർത്ത കൊടുത്തോ? അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചോ? നടന്നിട്ട് 2 വർഷമേ ഉള്ളൂ. അത് വിലപിച്ചോണ്ട് ഇതുപോലെ ഡോക്ടർ ഫേസ്ബുക്കിൽ എഴുതിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ UP സർക്കാർ. നിങ്ങളാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് എവിടെ ഒരു പിഴവ് വന്നതിന്റെ പേരിൽ ഈ നാടിലെ മുഴുവനും ചികിത്സാ സമ്പ്രദായങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്.
അത് അപലപിക്കുന്നവരാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത് അല്ലേ? UP-യിൽ തുറന്നു കാട്ടിയ ഡോക്ടർ കൊള്ളാം, കേമനാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം തുറന്നു കാട്ടിയാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്.